നമ്മുടെ ഇന്നത്തെ വീഡിയോന് ഞാൻ എന്താ പറയുക ഒരു സാധനം കേൾപ്പിക്കാറുണ്ട്. അത് കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോകളിലോട്ട് പോകാം. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കേ. അത്രയ്ക്കൊന്നും ഇല്ല, നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. ഇത് നമ്മുടെ പ്രജീഷേട്ടൻ്റെ വോയിസാണ്. ഇതിൽ പ്രജീഷേട്ടൻ പറഞ്ഞ ഒരൊറ്റ സാധനമുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് വരും. നെഗറ്റീവ് വരട്ടെ, നെഗറ്റീവ് വന്നാലേ എനിക്ക് റീച്ച് ഉണ്ടാവും. മനസ്സിലായോ? ഇത് ആരെ കൊണ്ടാണ്, ആരുടെ കൂടെ വീഡിയോ ചെയ്യുന്നതിനാണ് നെഗറ്റീവ് വരുന്നത് എന്ന് പ്രജീഷ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. ഇത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ, നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി കാണാം. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് സമാധാനം, സന്തോഷം, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ സ്വന്തം എന്തായിരുന്നു ആളുടെ പേര്, പ്രതീഷേട്ടൻ വന്നിരിക്കുകയാണ്. പ്രതീഷേട്ടനും രേണു ചേച്ചിയും ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെ കാണാത്തവർക്കറിയാം എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയൊരു നറുക്കെടുപ്പ് പരിപാടി. കുഞ്ഞാൻ പാണ്ടിക്കാട് അത്യാവശ്യം എയറിൽ പോയി, എന്നാൽ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സ്റ്റിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, നറുക്കെടുപ്പിനെ പറ്റി അമ്മാതിരി വിവാദവും വിഷയവും നടക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും കൂടെ പുതിയൊരു നറുക്കെടുപ്പ് പരിപാടി കൊണ്ട് വന്നത്. നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയ സമയത്ത് നമ്മുടെ പ്രതീഷേട്ടൻ നേരെ വന്ന് മടക്കി വയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് കാര്യം എന്ന അയാളുടെ സൈഡിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ. എനിക്കിത് അറിയില്ലായിരുന്നു, അതറിയില്ലായിരുന്നു. പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് കുന്തത്തിനാണ് ഇങ്ങനത്തെ പ്രൊമോഷൻ ചെയ്തത്? പ്രൊമോഷൻ ചെയ്യുക, പൈസ കിട്ടുക എന്ന് കരുതി തോന്നിയ മുഴുവൻ ചെയ്യാൻ പാടുമോ? ഒന്ന് നോക്കണ്ടേ? എന്തായാലും അധികം സംസാരിക്കുന്നില്ല, നമുക്ക് ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോയിലോട്ടൊന്ന് പോവാം. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ വേറൊന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഇത് ആദ്യം നിങ്ങളോട് പറഞ്ഞു തരട്ടെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ 4 ആളുടെ അടുത്തോട്ട് റീച്ച് ആവും. പിന്നെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ടോ ഡിലീറ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. അത് ഫസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഞാനാണെങ്കിൽ ശരി, രേണു ചേച്ചിയും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി നിൽക്കുമ്പം, നിങ്ങളൊരു കണ്ടന്റ് ചെയ്യുമ്പം ആദ്യം മര്യാദയ്ക്ക് ആ കണ്ടന്റിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഇൻഫ്ലുവൻസറായി വന്ന് നിന്ന് അത് ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട്, അല്ലെ സബ്സ്ക്രൈബേഴ്സിനോട്, അല്ലെ വ്യൂവേഴ്സിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളത്? പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു വിഷയം ഇത്രമാത്രം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഡിസ്കഷനും ഡിബേറ്റും ചർച്ചയും, ഈവൻ എനിക്ക് വരെ 50K അബവ് വ്യൂ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ. അത്രമാത്രം ഡിസ്കഷനും ഡിബേറ്റും ഉണ്ടായിട്ട് നിങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എന്ത് ഇടപാടാ? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് റെഫർ ചെയ്യേണ്ടേ? അല്ലാണ്ട് തോന്നി എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് പറയുകയാണോ രേണു ചേച്ചിയും പ്രജീഷേട്ടനും? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നൊന്നും അറിയണ്ട. നിങ്ങൾ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാ. ട്രെൻഡിങ് റീൽസ് വരെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ട്രെൻഡിങ് റീൽസ് വരെ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട്, അപ്പം അതൊക്കെ കണ്ടു. പക്ഷെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞില്ല അല്ലേ? നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു. അവർക്ക് നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സഹായിച്ചതാ. നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഫുൾ വീഡിയോ റിയാക്ട് ചെയ്തതാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ 500 രൂപയ്ക്ക് വീട് എന്നാ നിങ്ങൾ പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട്, അല്ലെ ആരോഗ്യ ബുദ്ധിമുട്ട്, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഇന്ന ആളാണ്, ഇന്ന ബുദ്ധിമുട്ടാണ്, അല്ല ഇപ്പോൾ ഇന്ന ആൾ ഇന്ന അസുഖമാണ്, ഇന്ന ആൾ ഇന്ന ലോണാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ വീട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊരു നറുക്കെടുപ്പിലുപരി അതിൽ നിന്നൊരു പ്രൈസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു സഹായമാണ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൺവിൻസിങ് ആവും. ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ 500 രൂപ ഒരു വീട് കിട്ടും, ഇത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് പറഞ്ഞായിരുന്നു. അപ്പൊ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് അവരും നിൽക്കും. കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ ആ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തിയുണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ ചെയ്ത 2 മണ്ടത്തരം. ആദ്യത്തെ ഒരു മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതുപോലെ വീഡിയോയിൽ നിൽക്കുമെന്ന് അവർ പറഞ്ഞു, പിന്നെ നിന്നില്ല. വീഡിയോ ചെയ്യരുത്. നിങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾ നിൽക്കുന്നില്ലേ, ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് മാറിപ്പോണം. എന്തുകൊണ്ട് പോയില്ല? രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു, അത് വിശ്വസിച്ചു, അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഒരു കോമൺ സെൻസ് എന്താ അറിയോ, ഇത് സാമ്പത്തിക ഇടപാടാണ്. 500 രൂപ കൂപ്പൺ വെച്ചിട്ടുള്ള ഒരു ഇടപാടാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരു പരിപാടിയാണ്. അപ്പം അതിന് എത്രത്തോളം പെർഫെക്റ്റ് ആയി അത് ചെയ്യാൻ പറ്റുമോ, അതിലെന്തെങ്കിലും കള്ളത്തരമുണ്ടോ പറ്റിക്കലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. സംഭവം ഒരു 500 രൂപയാണെങ്കിലും ഒരു 100 ആളുടെ കയ്യിൽ നിന്ന് 500 പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ പോവും? അപ്പം നിങ്ങൾക്ക് തന്നെയാണ് പൊങ്കാലവിളി കേൾക്കുക എന്നുള്ളൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? അല്ല അവർ പറയുന്നത് കേട്ട് നേരെ പോയി അങ്ങ് വീഡിയോ ചെയ്യാൻ. ഇത് രണ്ടുമാണ് നിങ്ങളുടെ പൊട്ടത്തരം. ഇത് തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അത് സത്യം എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ വീഡിയോ ഒന്ന് മാറിയുന്നേ? എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ? അത് ലീഗലി അക്സെപ്റ്റഡ് അല്ലാത്തൊരു സാധനത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സും. അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവര് പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു ഏറിപ്പോയി ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. അത് ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമ. അതുകൊണ്ട് മിസ്റ്റർ പ്രജീഷിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടും വീഡിയോ എടുക്കാനും ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ? അല്ലാണ്ട് വിവരവും ബുദ്ധിയും ഇല്ലാണ്ട് എന്തേലൊക്കെ ചെയ്യട്ടെ എന്ന രീതിയിൽ ചെയ്തു കൊടുക്കരുത്. ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുക എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ആൻഡ് സോ കോൾ ടു ഓൾ ദി ഇൻഫ്ലുവൻസേഴ്സ്. നിങ്ങൾ ഹൈ ലെവൽ ഇൻഫ്ലുവൻസേഴ്സിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, നിങ്ങളിൽ ചിലപ്പം നല്ല പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്താണെങ്കിലും നിങ്ങളുടെ വ്യൂവേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടോ കുറച്ചെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാണ്ട് വരുന്ന സമയത്താണ് ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.